ഹായ്, നമുക്കേ സിമ്പിളായിട്ട് ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയാലോ. ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടാ. വാ, നമുക്ക് ഒരു പാത്രം എടുക്കുക, അതിൽ കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് കറുകപ്പട്ട, കരയാമ്പ്, തക്കോലം, ഗ്രാമ്പു, ഏലക്കായ, ബേലീസ് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്താക്കുന്ന മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ 2 സബോളാണ് എടുത്തിട്ടുള്ളത്. അത് എന്താക്കുക, നമുക്ക് അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിക്ക് കൊടുക്കാം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റ് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതെന്താക്കാം, നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം നമ്മളെ ചിക്കന് വേവായിട്ടുണ്ട്. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 കപ്പ് വെള്ളം എന്താക്കാം നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു നാരങ്ങ 2 പീസാക്കിയിട്ട് അതിൻ്റെ നീര് എന്താക്കാം നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം റൈസ് 3/4 വേവായിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ദമ്മിടാം കേട്ടോ. ഒരു 10 മിനിറ്റ് സ്ലോ ഫയറിൽ നമുക്കൊന്ന് ദമ്മ് പൊട്ടിച്ച് നോക്കാം. എന്താ ഈ റൈസ് എന്നൊന്നും അറിയാലോ. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, പതുക്കിൻ്റെ ദമ്മങ്ങ് പൊട്ടിച്ചിട്ടെടുക്കാം കേട്ടോ. നമുക്ക് ഒരു പ്ലേറ്റിൽ എന്താക്കുക, സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ കുറച്ച് കച്ചമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കട്ടോ.